അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് തുടങ്ങുകയാണ് അല്ലേ? അത് ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളി. കംപ്ലീറ്റ് പ്രീമിയം വണ്ടികളും കാണിച്ചിട്ട് ഒരു എപ്പിസോഡ് ഇതിന് നേരെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അമ്മ പറഞ്ഞിരുന്നു അത് 10:15 സ്റ്റാർട്ട് ചെയ്തേനു. അപ്പോൾ 11:40 ആയിട്ടോ ടൈം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വാക്ക് പറഞ്ഞു, ഓഫറിൽ ഫോർച്യൂണർ ഉണ്ട്, അത് ഓഫറാക്കി തരും. ഇതിൽ ലീഡ് ചെയ്യേണ്ട ഹംദാനാണ് അല്ലേ? അഫിണ്ടോ? അഫിക്ക് അടുത്ത എന്നാ അല്ല അഫി അല്ല എല്ലാവരും ഉണ്ട്, ആരും വിടുന്നില്ല, ഞങ്ങളിങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോഴത്തെ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നു നോക്കണേ. മുണ്ടല്ലേ ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നിശബ്ദമായ സഫാരി കാർസാണ് അല്ലേ? ഇത് രാവിലെ എങ്ങനെ ഇവിടെ ആകെ പാറുന്ന സംഭവമാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ സത്യത്തിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല അല്ലേ? വീഡിയോ എടുക്കുമ്പോൾ കസ്റ്റമറുകൾ വരും, നമ്മളെല്ലാവരും ഉണ്ടാവും, നല്ല വെയിലാവും. രാത്രിയാകുമ്പോൾ നല്ല സുഖമാണ്, സമാധാനമായിട്ട് ചെയ്യും. ഏറ്റവും നല്ല രാത്രിയാണ്. അപ്പോൾ നമുക്ക് ഇനി വേയിപ്പിക്കണ്ട, നേരെ പറയാം അല്ലേ? അപ്പോൾ 2 ഫോർച്യൂണർ ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ന്യൂ ഷേപ്പും ഉണ്ട്, ഒന്ന് ടൈപ്പ് 2, ടൈപ്പ് 1 ടൈപ്പ് 2 ആക്കിയുണ്ട്. ഈ വണ്ടി നിങ്ങൾക്ക് വില ഓഫർ തന്നെയാണ്. അതായത് 2010 മോഡലാണ്, മാനുവൽ ട്രാൻസ്മിഷനാണ് വരിക, ഡീസൽ എഞ്ചിനാണ് വരിക അല്ലേ? 4x4 ആണ്. അതേപോലെ കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. കുറച്ച് മുന്നേ ചെയ്താണ്. ഇനി ഒന്നും വേണമെങ്കിൽ ടച്ച് പോളിഷ് ഒക്കെ ചെയ്ത 5 വർഷത്തിന് പുതിയ റിന്യൂവല്, ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് പേപ്പർ പരമായിട്ടോ ബാക്കി ഒന്നും ഒരു ചെലവില്ല. അപ്പൊ ആ കാര്യത്തിലും ടെൻഷൻ ഇല്ല. 5 വർഷത്തെ പുതിയ പേപ്പർ 2015 മൊത്തം കൺവേർട്ട് ചെയ്ത് 2015 വരുന്ന ഫിറ്റ്നസ് 30 വരെ ഉണ്ടാവുമല്ലോ, അതുണ്ട്. ടാക്സ് ഉണ്ട്, ഫേസ് ലിഫ്റ്റ് ചെയ്ത് അലവില് വരെ 4x4 അപ്പൊ ഇതിന്റെ പ്രൈസ് ഫൈനൽ പ്രൈസ് ആണ് 8,85,000 റുപ്യക്ക്. 8,80,000 റുപ്യക്ക് ഫൈനൽ ആയിട്ട് ഇനി കുറയില്ല. ലാസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ 8,80,000 റുപ്യ. അപ്പൊ ഒരു അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഫോർച്യൂണർ ആയി. ഇത് ഏകദേശം ടൈപ്പ് 2 ആക്കണമെങ്കിൽ തന്നെ മിനിമം 1.5 ലക്ഷം റുപ്യ കൊടുക്കണം. അല്ലെങ്കിൽ കൂട്ടാതെ അല്ലെങ്കിൽ കൂട്ടി ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം റുപ്യ വേണ്ടി വരും. അതെ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാവിധ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അടുത്തതായി ന്യൂ ഷേപ്പ് ഫോർച്യൂണർ കേട്ടോ. ഇതൊരു ഓഫർ പ്രൈസ് ഉണ്ട്. 2017 മോഡലാണ്, 4x4 ആണ്, ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഹൈലൈറ്റ്. 4x4 ഓട്ടോമാറ്റിക് ആണ്, നോർമൽ ഓട്ടോമാറ്റിക് അല്ല. ഇത് ഒറിജിനൽ കേരള വണ്ടി ആണെങ്കിൽ 30 ലക്ഷം റുപ്യ എന്തായാലും വില വരും. ഇത് റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഇനി ചെയ്യും ടാക്സ് അടക്കൊന്നും വേണ്ട, ഓൾറെഡി കേരള രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. ഇതൊരു ബെറ്റർ പ്രൈസ് ആണ്, 25,70,000 രൂപ അല്ലേ? വൈറ്റ് കളറിൽ ഒരു അടിപൊളി. ഒന്നും ചെയ്യാനില്ല, ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. ഇപ്പോൾ 1,52,000 കിലോമീറ്റർ 150 ഷോറൂം. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തരാം. മേജർ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ചെറിയ ആക്സിഡന്റ് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യും, ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? ചെറിയ ബമ്പർ അല്ലെങ്കിൽ ഗ്രില്ല് അല്ലെങ്കിൽ ചെറിയ ആക്സിഡന്റ് ഉണ്ടാവാന്ന് പറയുമ്പോൾ അതിനും പേടിക്കണ്ട. ഈ ബമ്പറുമ്മ തട്ടിയാലും എന്താണ് ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബമ്പറും ഫോഗിലാമ്പും ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കമ്പനി ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തരാം. എല്ലാവിധ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ്. ആ വിധ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. അടുത്തതായി കാണിക്കാലത് കൂടുതൽ നമ്മൾ സംസാരിക്കാനുള്ള കാരണം അല്ലേ? ഒരു വലിയൊരു വീഡിയോ കഴിഞ്ഞിരിക്കണേ. അടുത്തതായി എർട്ടിക്ക 2022 മോഡല് VXi. പുതിയ വണ്ടിക്ക് ശേഷം 11 ലക്ഷം രൂപ വില ഉണ്ട്. 8,80,000 റുപ്യക്ക് ഫൈനൽ റേറ്റ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി എടുക്കാൻ നമ്മൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം. കാക്കു പറഞ്ഞാൽ പാവങ്ങളുടെ ഇന്നോവ. അതായത് അടിപൊളി മോഡലാണ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യണതാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ഫോർച്യൂണർ കാണിച്ചു. ഇനി എത്ര ഫോർച്യൂണർ ഉണ്ട്? 3, 6, 7 ഫോർച്യൂണർ കൂടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഓടിച്ച് വിലയും ഇതൊന്ന് പറഞ്ഞു. 2014 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ, ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 12,70,000 രൂപ. 2011 മോഡല് ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ അന്താന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ അല്ലേ? അടിപൊളി വണ്ടി, ജെന്യൂൻ കിലോമീറ്റർ ആട്ടോ. ലോ കിലോമീറ്റർ വണ്ടി അന്വേഷിച്ച് ഇറക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കാല്ല. ഇത് പോയാൽ ചിലപ്പോൾ ഇതേമാതിരി ഒന്നും കിട്ടിക്കോളുന്നില്ല. 11 നവംബറിൽ രജിസ്ട്രേഷൻ, ഏകദേശം ഒരു കൊല്ലത്തോളം ഉണ്ട്. റിന്യൂവലും കാര്യങ്ങളൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 11,70,000 രൂപ കൊടുക്കാം. അതായത് 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ, KL56 കൊയിലാണ്ടി രജിസ്ട്രേഷനിലുള്ള വണ്ടി. ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞുതരാം, ചില വണ്ടിക്ക് വില കൂടും, ചില വണ്ടിക്ക് വില കമ്മിയാവും. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വണ്ടിമേ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വില കൂടുതലാണ് കമന്റ് ചെയ്യുമ്പോൾ അതിന് എന്താ നമ്മൾ പറയാം, ചില വണ്ടിക്ക് വില കൂടുമ്പോൾ അതിൻ്റെതായ മുതൽ എന്തുണ്ടാവും, വണ്ടി ഉണ്ടാവും. വില കുറച്ച് ഇപ്പൊ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കരുതി വണ്ടി മോശമാണ്, തട്ടിയതാണ്, ഫ്ലഡ് പെട്ടാണ്, കിലോമീറ്റർ തിരിച്ചതാണ് നല്ല അതിന്റെ അർത്ഥം.
ആ വണ്ടി ഇതിലേറെ കിലോമീറ്റർ ഓടിക്കണേ അല്ലേ? രജിസ്ട്രേഷൻ വണ്ടിയാണ്, കുറച്ച് പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ. ഇതേ വിലക്ക് ഇതൊക്കെ 2013 ഉണ്ട്. അപ്പൊ ഇത് 2011, അതും ഏകദേശം 10-11 സെയിം തന്നെയാണല്ലോ. ആ വണ്ടി നിങ്ങൾക്ക് 8 ലക്ഷത്തി എത്ര നമ്മൾ പറഞ്ഞത് 80,000. അതേ ഇയറിൽ വരുന്ന വണ്ടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് 11,70,000. ഒരിക്കലും ഒരാള് ആ വണ്ടി വന്ന് നോക്കി അതിന് ചെക്ക് ചെയ്ത് അതിനെ പറ്റി മനസ്സിലാക്കാതെ വില കൂടുതലാണെന്ന് ഒരിക്കലും ഒരാൾ, പ്രത്യേകിച്ച് റീ രജിസ്ട്രേഷൻ വണ്ടികൾ. അപ്പൊ അടുത്ത് 2013 മോഡല് 2 വീൽ ഡ്രൈവ് മാനുവല് കേരള രജിസ്ട്രേഷൻ ആയ വണ്ടി, കേരള നമ്പറിൽ നിൽക്കുന്ന വണ്ടിയാണ്. 11,70,000. ഇത് 2014 മോഡല്. ഇതിപ്പോ 13-14 രജിസ്ട്രേഷനാണ്. പക്ഷെ 2014 വരുന്ന 5 സ്പീഡ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറും 14 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടി ഇപ്പോൾ അവിടുന്ന് വന്ന കണ്ടീഷനില്ല, വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു 10,90,000 നമുക്ക് വില കുറവിലും വണ്ടിയായി. ഇത് 2015 മോഡല് 2 വീൽ ഡ്രൈവ് മാനുവല്. ഫസ്റ്റ് ഓണർ ആയിരുന്നു, ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പറായി. 1,60,000 കിലോമീറ്റർ. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ 13,70,000 അതെ. അടുത്ത ന്യൂ ഷേപ്പ് ഇത് 2016 മോഡല് ന്യൂ മോഡൽ ഫോർച്യൂണറിൽ ഫസ്റ്റ് ഇറങ്ങി 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ. ജെനുവിൻ കിലോമീറ്റർ 26 ലക്ഷം രൂപ കൊടുക്കാം. ലോ കിലോമീറ്റർ. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോളി. അതായത് 2 വീൽ ഡ്രൈവില് മാനുവൽ അല്ലേ? അതെ. അടുത്തതായി ക്രിസ്റ്റകളാട്ടത് ഏകദേശം ഇവിടെ 6 വണ്ടി ഉണ്ട്, 2 വണ്ടി കയറാനുണ്ട്. ഏകദേശം 12 ലക്ഷം മുതൽ ഒരു 18-20 ലക്ഷം രൂപ വരെ 2016 മുതൽ 2021 വരെയുള്ള വണ്ടികളുണ്ട്. ഓരോ വണ്ടി എല്ലാവരും വിളിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ മഹീന്ദ്ര താറും താർ റോക്സും അത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. താർ റോക്സ് പുതിയ എടുക്കാൻ പോണ ആൾക്കാർക്ക് ഇപ്പോഴും റോക്സിന് പുതിയ എടുക്കാൻ പോണ ആൾക്കാർ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യരുത്, പുതിയ ഷോറൂമാരെ കച്ചവടം മുടക്കരുത്. കാരണം ഓരോ ഏർപ്പാടാരാണ്. പുതിയ എടുക്കാൻ പോകുന്ന നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയ എടുക്കേണ്ടവര് പുതിയ എടുക്കുക, പഴയതെടുക്കേണ്ടവര് പഴയ എടുക്കുക. ഇവ കഴിഞ്ഞ റീല് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു പുതിയ വണ്ടി എടുക്കാൻ പോകണല്ലോ, പുതിയ വണ്ടി എടുക്കാൻ പോകണല്ലോ 5 വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് ഫുള്ള് കട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് പുതിയ വണ്ടികൾ എടുക്കുന്ന ആൾക്കാരും അതിൻ്റെ മുതലാളിമാരും അതിൻ്റെ പാവളും ഒക്കെ നമ്മളൊരു ഒരുപാട് പരിചയമുണ്ട്. അഫിയുണ്ട് പുതിയ വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ, ഞാനും പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ താർ റോക്സ് പുതിയ വണ്ടിയിൽ നിന്ന് വില വ്യത്യാസം ഉണ്ടാവും. പുതിയ വണ്ടി നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഗുണമുള്ള ആൾക്കാരുണ്ട് അല്ലേ? ലോൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഫെസിലിറ്റി. നമുക്ക് ഇവിടെ ലോൺ ഫെസിലിറ്റിയേ ഇല്ല, നമ്മളിപ്പോൾ വീഡിയോയിൽ പറയില്ല. കാരണം എന്താ വെച്ചാൽ ആദ്യം മുതൽ എല്ലാ ആൾക്കാർക്കും അറിയാം. എന്നാൽ ലോണ് എത്രയോ വണ്ടി നമ്മളിരുന്ന ആൾക്കാർ വണ്ടി എടുക്കും, ഓരോ ഇടയ്ക്ക് പോയി ലോണൊക്കെ റെഡിയാക്കും, നമുക്ക് പൈസ തരും, ഒരു വണ്ടി എടുത്ത് പോകും. അതാ തീരുള്ളൂ. ശരിക്കും ഇപ്പം നമുക്ക് കച്ചവടം കൂടണമെങ്കിൽ ഒറ്റ വീഡിയോ ഇതിൽ നടന്നിട്ടാൽ മതി. ഇത്ര ഡൗൺ പേയ്മെൻറ്റ്, ആ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ കച്ചവടം പൊടി പൊടിക്കും. പക്ഷെ നമുക്ക് അതിന് താല്പര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതായത് ഞങ്ങൾ ലോൺ എടുക്കാൻ പോണല്ലേ കുറ്റം പറയണില്ല. ലോൺ ഇട്ടിട്ട് എല്ലാവരും ഈ നാട്ടിലെല്ലാവരും ബുദ്ധിയില്ലവരാണ്, ആരും പൊട്ടന്മാരില്ല ഇല്ലല്ലോ. എല്ലാവരും ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യുള്ളൂ ഒരു വണ്ടി എടുക്കുമ്പോൾ. നിങ്ങൾ നമ്മളത്തേക്ക് വരുന്ന കസ്റ്റമറോട് നേരിട്ട് നമ്മൾ അഭിപ്രായം പറയും, എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങൾ നമ്മളോട് തെറ്റിയാലും പറയും, നല്ലതാണെങ്കിലും പറയും, ദോഷമാണെങ്കിലും പറയും. നമ്മൾ എത്തിക്സ് നമ്മൾ നിങ്ങളോട് സംസാരിക്കും. അത് ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പറയാൻ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ ഇങ്ങോട്ട് പോരണം ഞങ്ങൾ പറയണില്ല. രണ്ടും അന്വേഷിച്ച് നോക്കിയിട്ട് പോന്നാൽ മതി. അത് ഞാൻ പറഞ്ഞ സത്യമാണ്. കാരണം വെച്ചാൽ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അത് അവിടുന്ന് കിട്ടുന്ന വെച്ചാൽ അവിടുന്ന് എടുക്കണം അല്ലേ? നമ്മളത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്, അത് ഇവിടുന്ന് എടുക്കണം. സോറി കേട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത റോക്സിന്റെ കഥ പറഞ്ഞു. 2025 മോഡല് 8ാം മാസം വണ്ടി, ആകെ 3 മാസം പഴക്കമുള്ളൂ, 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,70,000 കൊടുക്കാം. പുതിയതിന് 29 ലക്ഷം റുപ്യ, 28.75 ഇപ്പോൾ വില ഉണ്ട്. ബുക്കിംഗ് ഉണ്ട്. AX7 ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ 4x4 ഓട്ടോമാറ്റിക്. ഇതിപ്പോ ഇന്നിപ്പോ നിങ്ങൾ സുബൈക്ക് ഇവിടെ വന്ന 5 മണിക്ക് വന്നെങ്കിൽ ആ വണ്ടി വാങ്ങി പോവാം അല്ലേ? നേരെ വാങ്ങാൻ പോവാ, പെരി പോവാ, ടൂർ പോവാ, എവിടേക്കും പോവാ. നിങ്ങളെ പേർക്ക് നേരെ ഞങ്ങൾ മാറ്റാൻ കൊടുക്കും. നമ്മൾ കുറച്ച് പ്രൊസീജിയർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ താർ റോക്സിന്റെ കംപ്ലീറ്റ് ഡീസലേ മൈലേജ് കിട്ടണ SUV ടൈപ്പ് വണ്ടികൾ ചോദിക്കുന്ന ആൾക്കാർക്ക് 4 വണ്ടി ഒരുമിച്ചുണ്ട്. അതിലൊന്ന് പെട്രോൾ CNG ആണ്. ഇത് 2017 മോഡല് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ്, ഒരു 56,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഈ ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുമ്പോഴേ ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് ഏതാ അറിയുള്ളൂ. ഈ ടൈറ്റാനിയം പ്ലസ് എന്താണ്, ഇത് എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ വീഡിയോ എടുത്തതിന ടൈമിൽ ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ടൈറ്റാനിയം പ്ലസ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ടൈറ്റാനിയം പ്ലസ്, എന്താണ് ഇതിൻ്റെ താഴെ ഓപ്ഷന്, ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു പേടിയായിട്ടാണ് ഇത് പറയാത്തത്. എന്ത് നിങ്ങൾ കഥ പറയുകയാണെന്നില്ല പേടിയായിട്ട്, അത് പറഞ്ഞാലവിടെ പറഞ്ഞോട്ടെ. അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് എന്താണ്,
ടൈറ്റാനിയം പ്ലസ് എന്താണ്, അതിൽ എന്തൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്, താഴെയുള്ള വേരിയൻറ്റും ഇത് എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, ഇതിന് എത്ര മൈലേജ് കിട്ടും, കംപ്ലൈൻറ്റ് വന്നാൽ പൈസ വരുമോ, ഇത് നാളെ മറ്റന്നാൾ വിൽക്കാൻ വന്നാൽ റീസെയിൽ മാർക്കറ്റ് ഉണ്ടാവും, ഇതൊക്കെ അറിയാൻ ആർക്ക് താല്പര്യമുണ്ട്, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇത് കഥ പറയുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒറ്റ കാര്യം അറിയേണ്ടി വരുള്ളൂ, ഇതിൻ്റെ വില വണ്ടി. അത് മാത്രം പറഞ്ഞാൽ നമ്മൾ ഒരു വിഭാഗം 10-70% ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കഥ നല്ലോണം പറയണം. അപ്പോൾ രണ്ടും ചെയ്തോളി, വിലയും പറഞ്ഞോളി. അപ്പോൾ ടൈറ്റാനിയം പ്ലസ്സിൽ എന്തൊക്കെ വരുന്നുണ്ട് ആദ്യം പറയും. ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി അലോയ്, കമ്പനി സ്റ്റീരിയോ, മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കല്, എയർ ബാഗ് 6 എല്ലാ സംഭവം. എയർ ബാഗ് എത്ര? 6. ഇത് ടൈറ്റാനിയം പ്ലസ് എന്നാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ 6 എയർ ബാഗ് ഉണ്ടെന്ന് അറിയോ? ഈ കണ്ട വേരിയന്റ് ഒക്കെ ഉണ്ടെന്ന് ഇതിൽ അറിയോ? ഈ വണ്ടി ഇത്ര ഓപ്ഷൻ ഉള്ളതാണെന്ന് അറിയോ? ഇതിൽ ഏറ്റവും ബേസ് മോഡലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും അറിയുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യണ്ട, ചിന്തിക്കണ്ട. അപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണ്ടേ, വില പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ആൾക്കാർ പറയില്ല വില കൂടുതലാണ്. അന്താണ് എപ്പോഴും പറയുക, ഇത് വില കൂടുതലാണോ കുറവാണോ. ധൈര്യമായിട്ട് നമ്മളെ വീഡിയോ നിങ്ങൾ തൊലക്കം മുതൽ കണ്ടോളി, ആദ്യം മുതൽ എടുത്തതിന് വീഡിയോ. ഒരു വീഡിയോയിൽ നമ്മൾ വില പറയാതെ പോക്കില്ല. റയർ എപ്പോഴേലും വിട്ടുപോയിട്ടുണ്ടെങ്കിലുള്ളൂ. വണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വിലയും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അത് നമ്മളെ ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. കാരണം നമുക്ക് അതിന് പേടിയില്ല. അപ്പോൾ ഇത് ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇനി ഇതിന്റെ വില പറഞ്ഞു കൊടുക്കും. 54,000 കിലോമീറ്റർ ഓടി. അതും ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഡീസലാണ് ഫോർഡിന്റെ എക്കോസ്പോർട്ടിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇത് നമുക്ക് 7,25,000 7,25,000. ഇതേ എക്കോസ്പോർട്ട് തന്നെ ഇപ്പോൾ 3 ലക്ഷം റുപ്യ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. മോഡലിൽ വ്യത്യാസം ഉണ്ടാവും, കിലോമീറ്ററിൽ വ്യത്യാസം ഉണ്ടാവും, വേരിയന്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഫോർഡ് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫോർഡ് ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം, അടിപൊളി സാധനമാണിത്. പക്ഷെ മെയിൻ്റെനൻസ് വന്നാൽ അത്യാവശ്യം കോസ്റ്റ് വരും. ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്, യാത്രക്ക് പെർഫെക്റ്റ് ആണ്. നല്ല പവർഫുൾ സാധനം കേട്ടോ. ഇതിന്റെ ബോഡി വെയിറ്റ് ഉണ്ടോ അല്ലേ? അത് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നമുക്ക് ഇതിനെ പറ്റി നിങ്ങൾ കഥ പറയല്ലെന്ന് പറയുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആധികാരികമായിട്ട് സംസാരിക്കാണ്ട് ഫോർഡിനെ പറ്റി അല്ലേ. എത്രയോ വണ്ടി, ഫോർഡ് ഫിയസ്റ്റ, ഫോർഡ് ഐക്കണ്, അതേപോലെ ഫോർഡിന്റെ ഫിഗോ, ഇതൊക്കെ മാറി ഉപയോഗിച്ചു, എടുത്തും പണി കിട്ടി, വർക്ക്ഷോപ്പ് പെട്ടു, ലാസ്റ്റം വന്നു, ലാഭം കിട്ടിയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ. അതെ, അടുത്ത വണ്ടി ഇത് 2025 രജിസ്ട്രേഷൻ, 24 മോഡൽ, 25 4 മാസം രജിസ്ട്രേഷനിലെ ഗ്രാൻഡ് വിറ്റാര CNG 13,90,000 കൊടുക്കാം. 30,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർഷിപ്പ്, ഫസ്റ്റ് ഓണർ വണ്ടി അല്ലേ. CNG വരുന്ന വണ്ടി ഒരുപാട് ആൾക്കാർ ചോദിക്കണം. കമ്പനി CNG വരുന്ന വണ്ടിയാണ്. 16 ലക്ഷം റുപ്യോളം ഇപ്പൊ ഓണോട് പ്രൈസ് ഉണ്ട്. GST കുറഞ്ഞതിന് ശേഷം. അടുത്ത വണ്ടി XUV 300 2024 മോഡല്, W8 ഡീസൽ മാനുവൽ. W8 പറഞ്ഞാല് ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇതിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ബട്ടർ സ്റ്റാർട്ട്, അലോയ്. നാളെ മുതൽ അന്താന്റെ സിംഗിൾ വീഡിയോസ് വരും ഓരോ വണ്ടിന്റെ. അതായത് ഈ വണ്ടി സൽമാനെ കാണിച്ചു കൊടുക്കട്ടോ വീഡിയോയില്. അതായത് ഈ വണ്ടി എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കയറിയ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. 300 W8 അല്ലേ. അതായത് ഇതിന്റെ ഉള്ളിൽ കയറിയാലേ ഒരു പ്രീമിയം ടച്ച് ആണ്. വൈറ്റ് ഇന്റീരിയർ, സൺറൂഫ് അല്ലേ. അതേപോലെ എല്ലാ ഓപ്ഷൻസും ഇതുണ്ട്. വോയിസ് മെയിലും ഉണ്ട്. വോയിസ് മെയിൽ വരുന്നുണ്ട്. അതേപോലെ 6 ഗിയർ വരും മുന്നിൽ തന്നെ അല്ലേ. റിവേഴ്സ് അടക്കം 7 ഗിയർ വരും. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ മറ്റേ പുതുക്കം മുട്ടിട്ടില്ല അല്ലേ. ഒന്നും ആയിട്ടില്ല. ഇത് എടുത്താണ്ട് ആള് 5-6 മാസം ഉപയോഗിച്ച് മൂപ്പര് ഗൾഫിൽ പോയി. എത്ര കിലോമീറ്റർ? 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ. ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ വില 12,50,000 രൂപ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് അന്ന് എടുക്കുമ്പോ 16,85 ആൾക്ക് വല്ല നിൽക്കണ്. ഇപ്പൊ 15,45 വില ഉള്ളൂ. ഇപ്പൊ ഒരു 3-3.5-4 ലക്ഷം എന്നാലും കുറവുണ്ട്. ഇനി ഡീസൽ പ്രസ. ഇത് 2017 മോഡല് ZDI ഫസ്റ്റ് ഓണർ. ഇത് ലോ കിലോമീറ്റർ. കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോള്. ഇതിൽ 4 വേരിയന്റ് ഉണ്ട്. LDI, VDI, ZDI പ്ലസ്. ഈ 4 വേരിയന്റ്. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് പെട്രോളും വരുന്നുണ്ട്. ഇത്രയും ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് വന്നിട്ട് എത്ര മോഡൽ വണ്ടി? 2017 മോഡല് ബ്രസ ZDI. എത്ര വില എന്ന് പറഞ്ഞാലേ നേരെ ആളെന്ത് ചിന്തിക്കാന്നോ, ഈ കസ്റ്റമർ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ആ ഒരു 4 ലക്ഷത്തിന് 5 ലക്ഷത്തിനൊക്കെ ഈ വണ്ടി ഉണ്ടാക്കും. LXI ആണോ, VXI ആണോ, LDI ആണോ, ZDI ആണോ, കിലോമീറ്റർ എത്രയാണെന്ന് ചിന്തിക്കൂല. ഇതിന് 4 ലക്ഷം ബ്രസക്ക്, ഇതിന് 10 ലക്ഷം ബ്രസക്ക്. ഉദാഹരണം പറയട്ടോ, അതേ ചിന്തിക്കുള്ളൂ. രണ്ടും എന്താണ്? ബ്രസയാണ്. പക്ഷെ രണ്ടും എന്തുണ്ട്? മാറ്റങ്ങളുണ്ട്. രാവും പകലും മാറ്റമുണ്ട്. അതേപോലെ എല്ലാ വണ്ടിയിലും ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് വിലയിൽ വ്യത്യാസങ്ങൾ വരുന്നത്. പറഞ്ഞു. 2017 മോഡല് ZDI 54,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ.
എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് 7,70,75,000 ഫൈനൽ റേറ്റ്. ഇത് നേരെ LDI ആണെങ്കിൽ എത്ര റുപ്യ കിട്ടും? ഇതാണെങ്കിൽ 5,45 ലക്ഷം റുപ്യ കിട്ടും. അതിലും കുറച്ച് കിട്ടും. അതിലും കുറച്ച് കിട്ടും. ഇനി ഇതിലാറ് കിലോമീറ്റർ ഓടിയതാണ് ചിലപ്പോൾ 4 ലക്ഷത്തിനും 4 ലക്ഷത്തിനും കിട്ടും. അതായത് വിലങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. അതുമ്പാടെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവൽക്കുമ്പാടെ പറഞ്ഞു കൊടുത്താ കേട്ടോ. അടുത്ത കാണിക്കാനുള്ളത് കിയ കാരൻസ് ഉണ്ട്, പിന്നെ റയർ സാധനം ഉണ്ട്, ഹുണ്ടായിന്റെ ടുക്സൺ ഉണ്ട്. ടുക്സൺ പേരൊന്നും പാടെ പറഞ്ഞ ടുക്സൺ. ഇതിന്റെ വില എന്താ? ഇത് 13,45. 13,45. ഇത് മൂന്ന് വണ്ടി നമ്മൾ വിറ്റിനു അല്ലേ? ഇത് സാന്റഫെ. അത് 8 സീറ്റർ സാന്റഫെ. ഇത് ടുക്സൺ. പിന്നെ സിയാസ് ഉണ്ട് 2024 മോഡല്. പിന്നെ ഗ്ലാൻസ ബുക്കിംഗ് ആയി. പിന്നെ നെക്സോണ്, പിന്നെ മാഗ്നറ്റ്, ബൊലീറോ. അതേപോലെ ഒരു മെഴ്സിഡീസിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രീമിയം വണ്ടിയിൽ കാണിക്കേണ്ടത് എപ്പിസോഡിൽ അതിൽ ഹുട്ട പോയ ആൾക്കാർക്ക് ഇതിൽ പറഞ്ഞു. 2015 മോഡല് 12,75,000 റുപ്യക്ക് A200 ഒറിജിനൽ കേരള വണ്ടി 12 സംതിങ്ങിന് നിങ്ങൾക്ക് ഒരു അടിപൊളി മെഴ്സിഡീസ്. ഇനി എന്താ വെച്ചാൽ ഇനി വണ്ടികൾ കാണിക്കാണ്ട് സംഭവം കഴിഞ്ഞു. ചെറു വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഞാൻ കാക്കുനെ കുറച്ച് കിട്ടൂല. കംപ്ലീറ്റ് വീഡിയോ ഇവരെ എടുക്കാൻ പോണത്. ഇന്ന് ഞാൻ ഇവിടെ 1 മണിക്കൂർ ഇന്ന് എല്ലാവരെയും നിർത്തി ട്രെയിനിങ്ങിന്റെ അല്ലേ, എങ്ങനെ വീഡിയോ എടുക്കണം, എന്ത് പറയണം, എന്ത് കാര്യങ്ങളൊക്കെ പറയണം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാളെ മുതൽ കംപ്ലീറ്റ് വീഡിയോ വലുത് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. എന്തെങ്കിലും തെറ്റുകുറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയിപ്പോൾ ഏതാ വിട്ടുപോയത് നമ്മള്? അതായത് ക്രിസ്ത്യകൾ ഇനി വിട്ടുപോയി എന്ന് പറയലില്ല. എല്ലാ വണ്ടിയും ഇതിലുണ്ട്. എല്ലാ വണ്ടിയിലും ക്രിസ്ത്യനെ പറ്റി ഡീറ്റെയിൽസ് നമ്മൾ പറയലുണ്ട്. 12 ലക്ഷം മുതൽ 21 ലക്ഷം വരെ വണ്ടികളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. പഴയമാരി ഫോൺ എടുക്കാത്ത വാട്സപ്പിൽ റിപ്ലൈ ഇല്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സോൾവ് ചെയ്യാനില്ല. കാരണം കറക്റ്റ് ഇവിടെ എല്ലാ ടീമും ഓക്കെ അല്ലേ. അതായത് എല്ലാം ഞങ്ങൾ പ്രൊഫഷണലായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാലുവായി പോയില്ലേ, അടിപൊളിയാണ്. കറക്റ്റ് എല്ലാവർക്കും റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും റിപ്പോർട്ട് തരണം അല്ലേ. ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയി തിരിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലീഡർമാരെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇനി പരിപാടി നടക്കൂല അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്കിത് പ്രൊഫഷണലാക്കിയിട്ട് തന്നെ പോകണം, മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഓരോരുത്തരും സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ ഇതുവരെ ഞങ്ങൾ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ആരും പോയിട്ടില്ല. മോന് പറഞ്ഞ പോലെ ആരും പോയില്ല. അസിമോടാ ഏട്ടൻ പേര് ഏട്ടൻ ഒരുവിധം രാത്രി വീഡിയോയിലൊക്കെ നിങ്ങൾ കാണലുണ്ടാവും. ഞങ്ങൾക്ക് കാവലായിട്ട് ഏട്ടൻ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ രാത്രി ഏട്ടൻ ഇവിടെ ഫുൾ ടൈം ഉണ്ട് അല്ലേ. രാത്രി ആരിവിടെ വന്നാലും അവിടെ ഏട്ടൻ മുന്നിൽ തന്നെ ഉണ്ട്. സമ്മതമില്ലാതെ ആട് കയറാൻ പാടില്ല. അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾ പോലും ഇവിടെ വന്നാൽ ഞാൻ എന്ത് ചെയ്യില്ലെന്നോ, ഉള്ളിൽ കയറില്ല. ആദ്യം ഏട്ടനെ വന്ന് വിളിക്കല. കാരണം എന്താ, ഏട്ടൻ അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ പോയത് ഞാനാണ് അല്ലെങ്കിൽ ഹംദാനാണ്. അപ്പോൾ ആരാണെങ്കിലും അവിടെ വന്ന് സമ്മതം വാങ്ങണം അല്ലേ. 7 മണിക്ക് ശേഷം നമുക്കിവിടെ കച്ചവടം ഇല്ല അല്ലേ. അങ്ങനെ ആരെങ്കിലും മുന്നത്തെ കസ്റ്റമറായിട്ട് കച്ചവടം ചെയ്ത ഏതെങ്കിലും കസ്റ്റമറായിട്ടൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റ് ആയിട്ട് ഞങ്ങൾ നിൽക്കുള്ളൂ. പ്രൊഫഷണലാകുമ്പോൾ എല്ലാം പ്രൊഫഷണലാണല്ലോ അല്ലേ. 7 മണിക്ക് ശേഷം നമ്മളതായിട്ടുള്ള ടൈമാണ്. നമ്മളെ മീറ്റിങ്ങുകൾ കാര്യങ്ങൾ നമുക്ക് തീർക്കാനുള്ള സമയമൊക്കെ തീർത്ത് പെരി പോയി ഫാമിലിൻ്റെ ഒപ്പം റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് അല്ലേ. സൺഡേ അതേപോലെ തന്നെ കുറച്ച് നേരത്തെ നമ്മൾ ക്ലോസ് ചെയ്യും. 6 മണി രാവിലെ 9:30 മുതൽ രാത്രി 6 മണി വരെയാണ് സൺഡേൻ്റെ ടൈം. അതൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ മാറ്റാൻ കേട്ടോ. അതാരാ മാറ്റില്ലേ? അനുഷനോട് പറഞ്ഞിട്ട് ഒക്കെ മാറ്റാൻ കേട്ടോ ടൈം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.